സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവന് ദേവസ്വം വകുപ്പ് കൂടി നൽകിയതിന് പിന്നിൽ മുന്നണിയിൽ നിന്ന് അകന്നുപോയ ഈഴവ സമുദായത്തെ കൂടെ നിർത്താനാണ്. മാത്രമല്ല CPM-ന് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഏറെയുണ്ടതിൽ. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും CPM-നൊപ്പം അടിയുറച്ച് നിന്ന ഒരു സമുദായമാണ് ഈഴവ സമുദായം. ആ സമുദായം പാർട്ടിയിൽ നിന്ന് അകന്നു തുടങ്ങിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി. അത് CPM സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തുകയും ചെയ്തു. അന്ന് തന്നെയാണ് SNDP യോഗ നേതൃത്വവുമായി അടുത്ത ബന്ധവും പുലർത്തുന്ന മന്ത്രി വാസവന് ദേവസ്വം വകുപ്പിൻ്റെ ചുമതല നൽകിയത്. ഈഴവ സമുദായത്തിന് നിർണായക സ്വാധീനമുള്ള ആലപ്പുഴ, കൊല്ലം, കോട്ടയം തുടങ്ങിയ പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ BJPയുടെ നേതൃത്വത്തിലുള്ള NDA സ്ഥാനാർത്ഥികൾ വലിയ മുന്നേറ്റമാണ് കൈവരിച്ചത്. NDA മുന്നേറിയ സ്ഥലങ്ങളിലെല്ലാം പിന്നോക്കം പോയത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാണ്. കോട്ടയത്ത് NDAയുടെ ഇതുവരെ ഉള്ളതിൽ ഏറ്റവും മികച്ച പ്രകടനമാണ് SNDP യോഗം വൈസ് പ്രസിഡന്റും BDJS ചെയർമാനുമായ തുഷാർ വെള്ളപ്പള്ളി നടത്തിയത്. ഇതിൽ തന്നെ ഇടതുപക്ഷത്തിൻ്റെ കോട്ടയായ വൈക്കം നിയമസഭാ മണ്ഡലത്തിൽ സാധാരണ ഏത് തെരഞ്ഞെടുപ്പിലും 20,000-ന് മുകളിൽ ഭൂരിപക്ഷം ലഭിച്ചിരുന്നിടത്ത് ഇടതു സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടന് 5,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് ലഭിച്ചത്. വൈക്കത്തെ പല ബൂത്തുകളിലും തുഷാർ വെള്ളാപ്പള്ളിയാണ് മുന്നിലെത്തിയത്. ഈ സാഹചര്യത്തിൽ അകന്നുപോയ ഈഴവ വോട്ടുകൾ തിരികെ പിടിക്കുന്നതിനുള്ള ഫലപ്രദമായ മാർഗം അടിയന്തരമായി സ്വീകരിക്കണമെന്നാണ് CPM സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനവും. വെള്ളാപ്പള്ളി നടേശനും കുടുംബവും അടക്കമുള്ളവർ BDJS സ്ഥാനാർത്ഥിക്ക് വേണ്ടി കോട്ടയത്തും BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന് വേണ്ടി ആലപ്പുഴയിലുമൊക്കെ രംഗത്ത് വന്നത് CPM-ൻ്റെ അടിയുറച്ച ചില വോട്ടുകളിൽ മാറ്റമുണ്ടാക്കാൻ സാധിച്ചു. അതുകൊണ്ടാണ് ഈഴവ സമുദായക്കാരനും ആ സമുദായവുമായി അടുത്ത ബന്ധവുമുള്ള വാസവന് ഈഴവ സമുദായത്തെ ഒപ്പം നിർത്താൻ കഴിയുമെന്ന് CPM കണക്കുകൂട്ടുന്നത്. ദേവസ്വം വകുപ്പിലൂടെ ഇത് ഫലപ്രദമായി നടപ്പാക്കാൻ കഴിയുമെന്നും CPM പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല UDF ഭരണകാലത്തൊക്കെ ദേവസ്വത്തിൻ്റെ ചുമതല മുന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കാണ് നൽകിയിരുന്നത്. ഇതിനെതിരെ വെള്ളാപ്പള്ളി പല വേദികളിലും വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഈഴവ മേഖലയിലുണ്ടായ വോട്ട് ചോർച്ച പ്രത്യേകമായി പഠിക്കാനും അകന്നുപോയവരെ തിരികെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനുമാണ് സംസ്ഥാന സമിതിയുടെ തീരുമാനം.